ജീവിതത്തിൽ ഏതു നിമിഷവും മലക്കുകൾ വരും, എന്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കും. അങ്ങനെ ഞാനും നിങ്ങളും കട്ടിലിലോ അല്ലെങ്കിൽ മറ്റോ ഇങ്ങനെ മയ്യത്താക്കി നമ്മളെ കിടത്തും. എന്നിട്ട് നമ്മുടെ ആളുകൾ നമ്മളെ കുളിപ്പിക്കും, കഫംപട വച്ചിട്ടും. എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ട് നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും മയ്യത്ത് നിസ്കരിക്കും. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض. അങ്ങനെ തുടങ്ങി وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه. പ്രിയപ്പെട്ടവള് പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു പോണത്, അല്ലാഹുവേ എന്റെ ഈ ഭർത്താവിന് നല്ലൊരു വീട് നൽകണേ, നല്ല കുടുംബത്തെ നൽകണേ. 35 കൊല്ലക്കാലം പ്രിയപ്പെട്ടവന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞു പോയവളാണ്. അവള് തന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവേ എന്റെ ഭർത്താവിന് നീ നല്ലൊരു ഇണയെ നൽകണേ, നല്ലൊരു ഭാര്യയെ നൽകണേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന? പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഭർത്താവും പ്രാർത്ഥിച്ചു പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവളാണ്, എന്റെ പൊന്നു ഭാര്യയാണ്, എന്റെ മക്കളുടെ പൊന്നുമ്മയാണ്, ഇവൾക്ക് നീ നല്ല ഇണയെ, നല്ല ഭർത്താവിന് നൽകണേ. മരണത്തോടുകൂടി എല്ലാ ബന്ധങ്ങളും മറ്റുപോവുകയാ. ആരാലോചിച്ചു? ആരാ അതിനെ കുറിച്ച് ചിന്തിച്ച്? ആരാ അതിനെ കുറിച്ച് ഉറ്റാലോചിച്ച? ആ നേരത്താണ് കുറ്റവാളി പറഞ്ഞു പോകുന്നറിയോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹുവേ ഞങ്ങളെ നീ ഒന്ന് മടക്കണേ, ഞങ്ങൾ ശിർക്കിലാണ്, തൗഹീദിലേക്ക് വരാം. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചോളാം. സക്കാത്ത് കൊടുത്തിട്ടില്ല, സക്കാത്ത് കൊടുത്തോളാം. ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല, കല്യാണപ്പോരയില്ല, നിസ്കരിച്ചിട്ടും കൂടിയില്ല. പർദ്ദയല്ല ധരിച്ചത്, വൃത്തികെട്ട വേഷ ധരിച്ചത്. ളുഹറും ഇല്ല, അസറും ഇല്ല, മുഖത്തൊക്കെ ഗിൽട്ടുണ്ട്, മിനുക്കുണ്ട്. മുക്കാ കൈ കുപ്പായാണ്, അരക്കൈ കുപ്പായാണ്. തലയിലൊക്കെ ഇസ്ലാമിന്റെ മഫ്തക്ക് പകരം മുല്ലപ്പൂവാണ്. ഞാൻ കല്യാണപ്പെണ്ണ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഏട്ടത്തിയ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഉമ്മയാ. അല്ലാഹുവേ എന്നൊന്നും മടക്ക്, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അല്ലാഹു പറഞ്ഞ വക്കുന്നൊരൊക്കല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്തെ മനുഷ്യന്റെ വിലാപമാണത്. മടങ്ങാം, ഒരു തിരിച്ചുപോക്ക്, ഒരു കുറഞ്ഞ സമയം, ഒന്ന് നന്നാകാനുള്ളൊരവസരം. 60 കൊല്ലം ജീവിച്ചിട്ട് നന്നാകാത്തവൻ, 90 കൊല്ലവും ജീവിച്ചിട്ട് നന്നാകാത്തവൻ, 40 വർഷം അവളിവിടെ ജീവിച്ചു, എന്നിട്ട് അവൾ നന്നായില്ല. മരിക്കുന്ന നേരത്ത് അവള് പറഞ്ഞു പോകും, അല്ലാഹുവേ നീ എന്നൊന്ന് തിരിച്ചേക്കണേ, ഞാൻ നന്നായിട്ട് തിരിച്ചു വരാ റബ്ബേ. അല്ലാഹു പറയില്ല, നടക്കൂല, പറ്റൂല. ഇന്നഹാ കലിമത്തുൻ, അതൊരു വെറും വാക്കാണ്. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വമി വറാഇഹിം ബർസഖുൻ, അവന്റെ പുറകിൽ ബർസഖുണ്ട്, മറ. മരിച്ചാ പിന്നെ അടക്കുന്ന സ്ഥലം ഖബറാകട്ടെ, മത്സ്യത്തിന്റെ വയറാകട്ടെ, എന്തായാലും ശരി. ഏതുവരെ? വമി വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാനത്തിന്റെ നാൾ വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ്, ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ്, അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പോകുന്നതിന്, പുനരുദ്ധാനത്തിന്റെ മുമ്പ്, റബ്ബ് മഹ്ശറയിൽ വിളിക്കുന്നതിന് മുമ്പ്, അല്ലാഹു ഹിസാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, നമ്മുടെ കിതാബ് ഇടത്തെ കൈയിലേക്ക് വരുന്നതിന് മുമ്പ് ശിർക്കിൽ നിന്നൊഴിവായി, ബിദ്അത്തിൽ നിന്നൊഴിവായി, ഹറാമിൽ നിന്നൊഴിവായി, തൗഹീദിലും സുന്നത്തിലും ഹലാലിലും ഇബാദത്തിലുമായി ജീവിച്ചു മരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക്